ഹായ് ഗൈസ്, വീണ്ടും അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഒറ്റയ്ക്കല്ല വ്ളോഗിൽ എൻ്റെ പ്രിയ ദീപ മോൻ അമ്മ ഈസ് ഹിയർ. ഹായ് ഗൈസ്, അങ്ങോട്ട് നമ്മളിന്ന് പോകുന്നത് വാട്ടർ മെട്രോ. അമ്മ ഇതുവരെ വാട്ടർ മെട്രോ കയറിയിട്ടില്ല, ഞാനും കയറിയിട്ടില്ല. അതുവഴി മട്ടാഞ്ചേരി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ മട്ടാഞ്ചേരി കാണിച്ചിട്ട് വരാം. നെക്കേട്ടുണ്ട്, നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾ വിചാരിക്കും വണ്ടിയിലാണ് പോകുന്നില്ല, എൻ്റെ അമ്മയ്ക്ക് അത്ര നേരം വരുന്ന നടുവൊക്കെ സീനാണ്. സോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ മെട്രോ പിടിച്ചു. ഇവിടെ നിന്ന് നമ്മൾ മെട്രോ പിടിച്ചിട്ട് MG റോഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഹൈക്കോർട്ടിൽ നിന്ന് അവിടെ നിന്ന് വാട്ടർ മെട്രോ. സീറോ നിൽക്കണം അല്ലേ? ഓക്കെ, സീറോ നോക്കിയിട്ട് പോകും. ഫിറ്റ് അമ്മ കാണിക്ക്. കൊള്ളാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടുത്തുള്ള നിയർ ബൈ മെട്രോ സ്റ്റേഷനിൽ എത്തും. അവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഒരുങ്ങി വരിക. എന്നോട് ഇവനാ പറഞ്ഞ ഒരുങ്ങി വരണം, ഫോട്ടോ ബ്ലോഗ് എടുക്കും, ഫോട്ടോ എടുക്കും എന്നൊക്കെ. പക്ഷെ ഒരുങ്ങാൻ സമ്മതിച്ചില്ല. തീരെയില്ല, ഞാൻ മേക്കപ്പ് കുറഞ്ഞു പോയ ചേട്ടാ. അതാണ് അവസ്ഥ. പൗഡറൊക്കെ തുടങ്ങിയതേ മുഖത്ത് പൗഡറാണ്. അല്ല, അത് വേർത്തോട്ടാ. വേർത്തെ പൗഡർ എന്നൊരു രോഗം എൻ്റെ അമ്മയ്ക്കുണ്ട്. അമ്മയുടെ മുഖം വേർത്ത മുഖത്ത് പൗഡർ വരും. സോ വണ്ടിയുടെ കണ്ടീഷൻ അത്രയ്ക്ക് നല്ലതല്ല. അവിടെ വരെ ഒന്ന് പോയാൽ കണ്ടോ, കുട്ടപ്പനായിരിക്കുക. ന്യൂ വണ്ടി ഈസ് കമ്മിങ്. ഇന്നിലും വരും അല്ലേ, ഈ വർഷത്തിനുള്ളിൽ ന്യൂ വണ്ടി. ഓക്കെ, അപ്പം ഇവനെ വിൽക്കുമ്പോൾ ഞങ്ങൾ ഇടാം. ഓക്കെ ടാറ്റാ. അപ്പം എവിടെ മെട്രോ കയറി എടുക്കണം. ഓ ഗൈസ്, നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തി, ടിക്കറ്റ് എടുത്തു. സോ ഇനി അമ്മയെ സ്കാനാക്കി കയറ്റി വിടട്ടെ. മാതാജി ഓക്കെ, സ്കാനാക്കട്ടെ. ഓ ഗൈസ്, എല്ലാം സ്കാനാക്കി. ഇത് പോർട്രേറ്റ് ആണെന്ന് തിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കയറുന്നുണ്ട്. ചേട്ടോട് പേടിയാ ഗൈസ്, തിരിയാൻ പേടിയാ. പോർട്രേറ്റ് അതിനെ തിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ തിരിച്ചു. ദിസ് ഈസ് മൈ മെട്രോ സ്റ്റേഷൻ. 3 മിനിറ്റ് ഉണ്ട്. നമ്മൾ MG റോഡ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഹൈക്കോർട്ടിൽ പോയിട്ട് വാട്ടർ മെട്രോ പിടിച്ച് മട്ടാഞ്ചേരി പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ദിസ് ഈസ് ഹൗ വി വിൽ സ്പെൻഡ് അവർ സൺഡേ. നമ്മൾ അവിടെ ഇരിക്കാം. അങ്ങോട്ട് നടക്ക്. ഞാൻ ഇരിക്കാൻ പോവാ, വേണമെങ്കിൽ എങ്ങോട്ടാ പോന്നെ? MG റോഡ്. അവിടുന്ന് വാട്ടർ മെട്രോ. ഏത് വാട്ടർ മെട്രോ? മട്ടാഞ്ചേരി ഹൈക്കോർട്ട്. ഓക്കെ, വന്നിട്ട് കാണാം. മെട്രോ വന്നു. ഞങ്ങളുടെ മെട്രോ മാത്രം വന്നില്ല. ഞങ്ങളുടെ മെട്രോ വരാൻ എത്ര മിനിറ്റ്? 2 മിനിറ്റ്. സോ 2 മിനിറ്റ് ചെയ്യും. 2 മിനിറ്റ് കഴിയുമ്പോൾ മെട്രോ വരും. എന്താ ചൂടെടുക്കുന്ന? മേക്കപ്പ് ഒക്കെ പോയി. ഇല്ല, അമ്മയ്ക്ക് വേറത്തെ പൗഡർ ഇല്ല, സീനില്ല. നോ സീൻ. എന്താ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? ഉപദ്രവ ഗൈസ്. നിങ്ങളെ അമ്മയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഹാപ്പി അമ്മ. അമ്മയുടെ ഫണ്ണിതങ്ങളായ വീഡിയോകൾ ഇടാൻ വേണ്ടി മാത്രമുള്ള അക്കൗണ്ട്. അതെല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് അവിടെ ഇല്ല കേട്ടോ, മണ്ടത്തരം പറയും. ഓക്കെ, ഓ ഗൈസ്, ഞങ്ങളങ്ങനെ മെട്രോ വെച്ച് അമ്മ ഇൻട്രോവേർട്ട്, ഞാനും ഇൻട്രോവേർട്ട്, രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഇവിടെ സ്കാൻ ചെയ്തിട്ട് പുറത്തിറങ്ങട്ടെ. നമ്മളെത്തി. ഇത് വീണ്ടും പോർട്രേറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വയ്ക്കാം. കണ്ടോ, സ്കാൻ ചെയ്ത് അമ്മയെ പുറത്തിറക്കട്ടെ. അപ്പോൾ ഗൈസ്, എത്തിയില്ല. ഇതൊക്കെ കാണിച്ചില്ല. ഇവിടെ ഇതൊക്കെ MG റോഡ് അറിയുന്നവർക്കറിയാം. ഓക്കെ, എന്തൊക്കെയുണ്ട്. സോ അമ്മ എവിടെ? മാതാജി. സോ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? എക്സൈറ്റഡ് ആണോ? അമ്മ വരണം. 5 അങ്ങോട്ടൊക്കെ നീങ്ങും കേട്ടോ. വാട്ടർ മെട്രോ ഇങ്ങനെ നീങ്ങും. അപ്പം ചാടിയൊക്കെ കയറണം. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഫീഡർ ബസ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അത് നോക്കട്ടെ. ഓക്കെ, ആരോഗ്യം പ്രശ്നമുള്ള കുട്ടിയാണ്. ഓക്കെ, ടാറ്റാ, ബൈ. ഞങ്ങൾക്ക് അത് അറിയാത്ത നമ്മൾ ഫോട്ടോ പിടിച്ചിരിക്കും.
ഗൈസ് നമ്മളെത്തി ഹൈക്കോട്ട് മെട്രോ സ്റ്റേഷനിൽ. ഇതിൽ ഞങ്ങൾ ഇന്ന് കയറും. ഈ അവിടെ ഉണ്ട്. കണ്ടോ സാധനം കണ്ടോ? തിര കണ്ടോ? ഞങ്ങളിങ്ങനെ പോകും. ഞാൻ ഇവന്റെ ബലത്തിലാ വരുന്നത്. ഇവനൊരു നേവല പറഞ്ഞു പറയിപ്പിച്ചല്ലോ കേട്ടോ, അമ്മ തന്നെ പറഞ്ഞേ. ഇവന്റെ ബലത്തിൽ ഞാൻ വരുവാ, എന്തുവായി തീരുമെന്ന് അവസാനം വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. എന്തായാലും കാണിച്ചു തരാം. ടിക്കറ്റ് എടുക്കുന്ന എവിടെയാണ് എന്തോ ടിക്കറ്റ് എടുത്തിട്ട് വരാം. അവസാനം മീറ്റിംഗ് ഏരിയയിലെത്തി. എനിക്കൊന്നും അറിയത്തില്ല, നമ്മൾ മട്ടാഞ്ചേരി തന്നെ എത്തും. നമ്മൾ തിരിച്ചു വരും അല്ലേ അമ്മേ? മീറ്റിംഗ് ആണ്, സാധനം വരുമായിരിക്കും, കയറിപ്പോ. സോ ഗൈസ്, ഞങ്ങൾക്ക് പോകാനുള്ള മെട്രോ ബാക്കിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഇതിൽ കയറും, അല്ലെങ്കിൽ അടുത്തത് കയറും. എന്താ വെച്ചാൽ ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. 50 അവിടെ എഴുതി വെച്ചിട്ട് 50 പേര് ഇരുന്നും 46 പേര് നിന്നാ പോകുന്നുണ്ടായിരുന്നു. 20 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, പെട്ടെന്ന് എത്തും. എൻ്റെ അമ്മയുടെ നോട്ടത്തിൽ ഞാനത് തീരുമാനിച്ച് ഞങ്ങൾ അടുത്തന്നെ പോകുന്നുള്ളൂ. ഒരാളും കൂടി വരാനുണ്ടെന്ന് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിസാഹസമയം വിട്ടിരിക്കും. എന്നിട്ട് അടുത്തതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കും അല്ലേ അമ്മ? ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ളത് കിടപ്പുണ്ട്. ഓക്കെ, ആൾക്കാർ ഇറങ്ങുവാണ്. ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കേൾക്കില്ലേ അമ്മ? എല്ലാവരും എന്നിട്ട് നമ്മളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒരു അമ്മയുടെ ബുദ്ധിപരമായ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇവിടെ അങ്ങ് ഇരിക്കും, ഇവിടെ കൂടി ഞാൻ കയറാം, ഈ വഴി ഞാൻ കറങ്ങിക്കയറാം. ഏത് സീനല്ലേ ഗൈസ്? അതിസാഹസമായി ഞങ്ങൾ അവരെ കൗളിപ്പിച്ചു. പക്ഷെ നമ്മൾ പറയത്തില്ല, അമ്മ വെയിറ്റിംഗ്, ചേച്ചി വരും അല്ലേ? ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഒരെണ്ണം കയറുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരേ പനി. അമ്മയ്ക്ക് എന്തായാലും ഇരുന്ന് പോകണം. ഫസ്റ്റ് ടൈം ഉണ്ട്. നമ്മൾ പലവട്ടം വരികയാണെങ്കിൽ നമുക്ക് നിന്ന് പോയായിരുന്നു. ഫസ്റ്റ് ടൈം വേണ്ട, നമുക്ക് എന്തായാലും എല്ലാം കണ്ടു പോകണം, ഇരുന്ന് പോകണം. സോ അതുകൊണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ആദ്യം നമ്മളായിരിക്കും കയറാൻ പോകുന്നത്. അടുത്ത വരുന്നിട്ട് കാണാം അല്ലേ, വിശേഷങ്ങൾ കാണിച്ചു. ഓക്കെ ഗൈസ്, അത്യാവശ്യം കുറച്ച് നേരമായി. മാതാവ് എന്താ പറയാനുള്ളത്? കുഴപ്പമുണ്ടോ? അതുകൊണ്ട് വേറെ വന്നതേ വെസലിൽ നിന്നൊക്കെ ബോട്ട് മെട്രോ നമ്മളിപ്പം ജോലിയൊക്കെ ചെയ്ത് വെസലിൽ നിന്നൊക്കെ വായി വരുന്നുള്ളത്. വെസലെന്താ അറിയോ? വെസലെന്ന് പറഞ്ഞാൽ ഷിപ്പ്. നമ്മൾ നേവൽ ആർക്കിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ എൻട്രി വർഷമൊക്കെ നമുക്കറിയാം കേട്ടോ. ഓ ഗൈസ്, ഇതല്ലേ? യെസ്, ഇതന്നെ. ആ തലക്ക് വളമില്ലേ? ഈ സൈഡ് വല്ല മെയിൻ അടിച്ച തലക്കുഴി. സീനില്ല. നമ്മൾ കയറി. നമ്മളങ്ങനെ ഇവിടെ കയറി. പറവാന്നോട് പറയാം, കേട്ടില്ല. ഓ ഗൈസ്, അവിടെ ഏതൊരു ദ്വീപൊക്കെ കാണാം. ദ്വീപാണോ ഇത്? എന്താ ഇത്? എന്തോ വമ്പ സെറ്റപ്പ്. എന്താണ് കുളല്ലേ അമ്മ? ബുൽഗാട്ടി പോലുള്ള സെറ്റപ്പ്. ഓ ഗൈസ്, ഇങ്ങനെ ഇവിടുത്തെ കണ്ടെയ്നർ യാർഡ് കാണാം. ടർണിങ് ഫോക്കസ് ആയില്ല. ആ ഫോക്കസ് ആയി. ഫോക്കസ് ആവും. ആ അതാ ഗൈസ്, ഞങ്ങളൊരു ഡോൾഫിനെ കണ്ടു. ഡോൾഫിനോ ഷാർക്ക് എന്തോ ഒരു സാധനം അല്ലേ? വാല കണ്ടുള്ളൂ. കുഴപ്പമില്ല. നമ്മളതങ്ങ് ഡോൾഫിനായിട്ട് സങ്കല്പിച്ചു. ഓക്കെ, ചോട്ടിൻ്റെ ബസ്സിലൊക്കെ കിടപ്പുണ്ട്. ഫോക്കസ് ആവും. ഫോക്കസ് ആയില്ല. നമ്മളവിടെ എത്തിയമ്മ നമ്മളിനിയും അടുത്ത ഇവിടെ ബാക്കിൽ ഒരു ബസ്സിൽ കിടക്കുന്നുണ്ടോ? അതുകൊണ്ട് ബാക്കിൽ ഒരു ബസ്സിലുണ്ട്. അടുത്ത സ്റ്റോപ്പ് നമ്മെ
ഹലോ മാഡം, മാഡം എവിടെ ഉള്ളേ? എങ്ങനെയുണ്ട് മാഡം ബോട്ട് ട്രിപ്പ്? കുഴപ്പമില്ല. ഞാൻ വീഡിയോ എടുക്കട്ടെ മാഡം എനിക്ക്. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ ഇല്ല, വണ്ടിയും കയറി മെട്രോയും പിടിച്ചും എത്തി. എങ്ങോട്ടാ? ഓ അയ്യോ, ഞാനും അമ്മയും ഇപ്പോൾ എവിടേക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ അമ്പലമാണോ പാലസാണോ ഡൗട്ടായി. അത് പഴയന്നൂർ ഭഗവതി ടെമ്പിൾ കണ്ടോ? അമ്പലം എൻ്റെ ഉള്ളിലാണ് തോന്നാട്ടോ. ഗൈസ് ഇവിടുത്തെ നമ്മളിപ്പോൾ ഏകദേശം ഫ്രണ്ടിലൊക്കെ കുറേ പിള്ളേരുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഇതൊന്നും. ഇതൊന്നും കേട്ടോ, എല്ലാവരും കയറി നമ്മൾ ആൾക്കാരെ പുറകെ അങ്ങ് പോവുക. എന്താണെന്ന് പറഞ്ഞുകൂടാ, എന്നാലും പോവുക. വീഡിയോ അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന ഗൈസ് അങ്ങനെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി തെരുവോരങ്ങളിൽ നമ്മൾ ജൂ ടൗണിലോട്ട് കയറാൻ പോവുക. ജൂ ടൗൺ, ജൂ ടൗൺ ഗൈസ്. രണ്ട് സൈഡും മുഴുവൻ കടകളുമായി നമ്മളിങ്ങനെ നടക്കുന്നു. ഫുള്ള് കട കട കട, എല്ലാം കടകൾ, ഫുള്ള് ആൻറ്റീക്ക് സാധനങ്ങൾ. ആ സൈഡിൽ കൂടെ നടക്കാം. കയറി 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 വണ്ടി വണ്ടി. ഞങ്ങളുടെ നാട്ടിൽ കെട്ടുകാഴ്ചയുടെ മണ്ടയ്ക്ക് വെക്കുന്ന കാലയുടെ തലയാണിത്. അതൊക്കെ ഇവിടെ കൊണ്ട് വിൽക്കാൻ വെച്ചേക്കണം, ആൻറ്റീക്ക് എന്ന് പറഞ്ഞിട്ട്. കളിപ്പീരി കുഴപ്പമില്ല, രസമുണ്ട്. ഇവിടെ അമ്മ ചന്ദനത്തിരിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അമ്മ ഇതിലോട്ട് അട്രാക്റ്റ് ആയി പോകുന്നുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര വികാരമാണ് ഗൈസ്. നമ്മളങ്ങനെ മറ്റേ നമ്മൾ റീലൊക്കെ കാണാൻ സ്ഥലമെത്തി അല്ലേ അമ്മേ? അമ്മ നടന്ന് മടുത്ത്. അമ്മ ഇത്ര നടക്കുന്നൊന്നും വിചാരിച്ചില്ല. അങ്ങ് വന്ന് മട്ടാഞ്ചേരി നിന്ന് കേട്ടപ്പോൾ അപ്പോൾ അമ്മ ഫ്രിഡ്ജ് മാറ്റിട്ടുണ്ട് ശിവൻ്റെയൊക്കെ ഫോട്ടോ. ഗൈസ് ഇതിൽ 2 മേടിച്ചു. പക്ഷേ എൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കണ്ടത് ആറന്മുളത്തെ വെള്ളംകളി. അതൊക്കെ ഇവിടെ കൊണ്ട് സെയിലിങ്. എൻ്റെ നാട് ഗൈസ് അതിലും ഫേമസാണ്. ഓ റൊണാൾഡോ, സദ്യയൊക്കെ ഉണ്ട് ഇവിടെ. കുറേ സ്ഥലമുണ്ട്, കൊള്ളാം. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഞങ്ങളുടെ 2 മെയിൻ വീക്കെൻഡ്സ് അല്ലേ അമ്മേ? ഓക്കെ ഗൈസ് എല്ലാവരും വരുന്ന സ്ഥലത്തെത്തി. ഇതോ മൂവിയൊക്കെ ഉണ്ട്, ലക്ഷ്മി ദേവിയൊക്കെ ഉണ്ട് ദീപയുടെ. നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോ റെക്കോർഡിങ്. ഓക്കെ ഗൈസ് എങ്ങനെയുണ്ട് മോനെ? മട്ടാഞ്ചേരി എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ അല്ലേ? പൈസ നല്ലപോലെ അതെ, സാധനം മേടിക്കുന്ന പൈസ ആണ്. നമ്മൾ ലേലം വിളിച്ചു തുടങ്ങി. അമ്മ എന്നെ ലേലം വിളിയിൽ നിന്ന് നിർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ ശൈനോളി കുറച്ചേനെ. സീനില്ല. അതെന്തോ നോക്കാം കേട്ടോ, ചോദിച്ചു നോക്കാം കേട്ടോ അവസാനം. അപ്പം പാവം ഒരു തമിഴ് ബ്രോ എനിക്ക് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്നു. അങ്ങോട്ട് എന്ത് ഇനി? അങ്ങോട്ടുണ്ടോ നോക്കണോ? വീഡിയോ ഇതാ ഒന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് ബോർഡൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെന്താ എല്ലാം എക്സ്പ്ലോർ ആക്കുന്ന വിശ്വാസം. ഓക്കെ ഗൈസ്, ഇതാണ് പോലീസ് മ്യൂസിയം. ഇവിടെയൊക്കെ ഓരോ പണ്ടത്തെ യൂണിഫോം, ഇപ്പോഴത്തെ യൂണിഫോമത്തിന് അതൊക്കെ ഉണ്ട്. ഓക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് ഓരോടത്ത് വെടി കൊള്ളുന്നതിൻ്റെയൊക്കെ കണ്ടോ? ഇങ്ങനെ ഇരിക്കും വെടി കൊണ്ട് കഴിഞ്ഞാൽ. ഒന്നുകൂടെ കണ്ടില്ല, കിട്ടില്ല. സല്യൂട്ട്. ഓക്കെ സല്യൂട്ട് അടിച്ചു ഗൈസ്. യെസ് കണ്ട് ഈ പെണ്ണും പിള്ളയ്ക്കാം കൊടുക്കും. കൊടുത്തോ. അപ്പാ ആ ബാക്കി വന്നവർ കണ്ടു. പാ എനിക്കറിയത്തില്ല കേട്ടോ ആരാ. ഓക്കെ എല്ലാം കഴിഞ്ഞു ഗൈസ്. ഗൈസ് ഞങ്ങളുടെ ദീപാവലിയൊരു മണ്ടത്തരം പറ്റി. ഇവിടെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി. പക്ഷെ ഇവിടെ ഒന്നുമില്ല, റെസ്റ്റോറൻറ്റ് മാത്രം. കണ്ടു ആ ചാട നമ്മൾ കണ്ടു. ഞങ്ങളെപ്പോലെ ശശിയവർ. പക്ഷെ നമ്മളത് കാണിക്കുന്നില്ലല്ലേ അമ്മ? ഫുള്ള് ആൻറ്റീക് വിൻറ്റേജ് സാധനങ്ങൾ മാത്രം. അങ്ങനെ മട്ടാഞ്ചേരി ഇനിയും കണ്ടില്ല അല്ലേ മേ? കൊച്ചി വന്നിട്ട് മട്ടാഞ്ചേരി ദീപം ഉണ്ടല്ലോ, അത് മതി.
അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ കടമുടി അല്ലേ അമ്മ? കടമക്കുടി. അവിടെ പോണ്ടേ? മാറി കിടക്കും. ഓട്ടോ വന്ന് ഇപ്പം പോയി കൊണ്ടുപോകും. അപ്പോൾ ആ ഓട്ടോക്കാരൻ ഡയറക്റ്റ് കൊണ്ടുപോയി കടമക്കുടിക്ക്. ഓ ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരിയൊക്കെ കണ്ടു അല്ലേ അമ്മേ? അതെ, എല്ലാം കയറി കറങ്ങി കണ്ടു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടാറ്റാ.